ഇൻവെസ്റ്റിഗേഷൻ സീനുകളിൽ ഒന്നില് ഈ ചാറ്റ് ജിപിടിയുടെ യൂസേജ് ഒക്കെ കാണിച്ചിട്ടുള്ളത് നമ്മളിപ്പോൾ പലപ്പോഴും പേപ്പറിൽ വായിക്കാറുണ്ട്. കോർട്ടിലൊക്കെ ചില കേസുകളുടെ ഒരു ഇതിന് വേണ്ടിയിട്ട് ചാറ്റ് ജിപിടിയുടെ ഹെൽപ്പ് തേടിയെന്നൊക്കെ. ആൻഡ് അത് അങ്ങനെയുള്ള ഒരു സീൻ ഇതുപോലുള്ളൊരു മലയാളം മൂവി, ഒരു ത്രില്ലർ മൂവിയിൽ ആഡ് ചെയ്തിട്ടുള്ളത് വളരെ യുണീക്ക് ആയിട്ട് തോന്നി. ഇനി വരുന്ന ത്രില്ലർ മൂവീസിലും ഇങ്ങനെ അപ്ഡേറ്റ് ആയിട്ടുള്ള കുറെ സീനുകൾ കൊണ്ടുവരാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുകയാണ്. ആൻഡ് മെഡിക്കൽ ത്രില്ലർ ആയതുകൊണ്ട് അങ്ങനെയുള്ള ചില കാര്യങ്ങൾ മെൻഷൻ ചെയ്യുന്ന ചില സീൻസ്, ഈവൻ ഇപ്പൊ ക്ലൈമാക്സിനോട് അടുക്കുമ്പോൾ ഒരു സീനിലൊക്കെ അത് അത്യാവശ്യം യുണീക്ക് ആയിട്ട് തോന്നി. ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ ഒഴിച്ചു നിർത്തി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊന്നും പടത്തിൽ അത്രത്തോളം കുക്ക് ചെയ്ത് നമ്മൾ എടുക്കുന്നുണ്ടായിരുന്നില്ല എന്നുള്ളൊരു ഫീൽ ആയിരുന്നു. പ്രത്യേകിച്ച് ഇപ്പൊ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടന്നുകൊണ്ടിരിക്കുകയാണ്, ഈ മർഡേഴ്സ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഈ മർഡേഴ്സ് നടക്കുമ്പോൾ നമുക്ക് ശരിക്കും ഒരു ആർട്ടിഫിഷ്യൽ ആയിട്ട് ഇങ്ങനെ ആ ഒരു സെറ്റ് ചെയ്ത പോലെയായിരുന്നു തോന്നിയിരുന്നത്. ഒരു ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നു എന്നുള്ളതൊക്കെ, അല്ലെങ്കിൽ ആ ഒരു സംഭവം നമ്മുടെ കൺമുന്നിൽ നടക്കുന്ന ഒരു ഫീല് പല സീനുകളിലും കൊണ്ടുവരാൻ പറ്റില്ല എന്നുള്ളതായിരുന്നു സിനിമയുടെ ഏറ്റവും വലിയൊരു പോരായ്മ. ഇപ്പൊ ഇൻവെസ്റ്റിഗേഷൻ ഓഫീസേഴ്സ് ആയാലും അവരൊക്കെ ഈ കേസ് ഹാൻഡിൽ ചെയ്യുന്ന രീതിയിലൊന്നും ആ ഒരു സീരിയസ്നെസ് എവിടെ നമുക്ക് ഫീൽ ചെയ്യാതെ എന്തോ എങ്ങനെയോ ഒരു ഒഴുക്കിൽ പോകുന്നു എന്നുള്ളതല്ല